ജയിച്ച കർത്താവ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 5-ാമത്തെ വാക്യം നോക്കുന്ന സമയത്ത് അവിടെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്. അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ആരെങ്കിലും ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? നിങ്ങളോട് വായിക്കുന്നില്ല, 1 മുതൽ വായിക്കണേ, എന്നാലേ അവർക്ക് ആ സാഹചര്യം മനസ്സിലാവുള്ളൂ. ഞാൻ സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. അടുത്ത വാക്യം, ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ഈ പുസ്തകം ആർക്ക് തുറക്കാൻ കഴിയും? ഇതിന്റെ മുദ്ര പൊട്ടിക്കുവാൻ ആർക്ക് യോഗ്യതയുണ്ട് എന്നൊരു ദൈവദൂതൻ സ്വർഗത്തിൽ ഇങ്ങനെ അത്യുച്ചത്തിൽ പറയുന്നൊരു ശബ്ദം യോഹന്നാൻ കേട്ടു. അടുത്ത വാക്യം, പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. അപ്പൊ ആ പുസ്തകം തുറക്കാനോ അതിനകത്തോട്ടൊന്ന് നോക്കാനോ സ്വർഗത്തിലും ഒരുത്തനില്ല, ഭൂമിയിലും ഒരുത്തനില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുത്തരേം കൊണ്ടും പറ്റുന്നില്ല, ആർക്കും കഴിഞ്ഞില്ല. 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പുസ്തകം തുറന്നൊന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. യോഹന്നാൻ കരയാൻ തുടങ്ങി. ഈ പുസ്തകം തുറക്കാനും അത് വായിക്കാനും അതിനകത്തോട്ട് നോക്കാനെങ്കിലും ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ ആരെയും കാണാതിരുന്നത് കൊണ്ട് യോഹന്നാൻ പത്മോസിലിരുന്ന ദർശനത്തിൽ കരയാൻ തുടങ്ങി. 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദ ഗോത്രത്തിൽ അവിടെ ഒന്ന് നിൽക്കണം, കരയണ്ട. കരഞ്ഞത് മതി. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ആദ്യം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ആദ്യം പറഞ്ഞ സെന്റൻസ് എന്താണെന്നറിയോ? സ്ത്രീയെ നീ കരയണ്ട. ഒന്ന് കരമടിച്ച് കർത്താവ്, സ്ത്രീയെ നീ കരയണ്ട. നിന്റെ എല്ലാ കരച്ചിലുകളെയും മാറ്റാൻ, നിന്റെ വിലാപങ്ങളെ നൃത്തമാക്കാൻ, നിന്റെ പരാജയത്തെ ജയമാക്കാൻ, നിന്റെ തകർച്ചയെ ഉയർച്ചയാക്കാൻ, നിന്റെ ബന്ധനത്തെ വിമോചനമാക്കാൻ, നിന്റെ പ്രതിസന്ധിയെ വിടുതലാക്കാൻ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ, നിന്റെ ഭവനത്തെ മാനിക്കാൻ, നിന്റെ പരാജയത്തെ ജയമാക്കാൻ, മരണത്തെ ജയിച്ച, കല്ലറകളെ ജയിച്ച ഞാൻ മതിയായവനെന്നാ യേശു പറഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ പറയുകയാണ്, കരയണ്ട. യോഹന്നാനെ, കരഞ്ഞത് മതി. യഹൂദ ഗോത്രത്തിലെ സിംഹവും. ഇതൊക്കെ എനിക്ക് കുറച്ചുകൂടെ ആരാധിക്കുന്നവരുടെ ഇടയിലാ പറയേണ്ടി. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാനും തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ജയം പ്രാപിച്ചവനാര്? ജയാളിയായവനാര്? യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. He is a lion of Judah. He is a lion of Judah. ഞാൻ സ്വർഗത്തിലും ആരെയും കണ്ടില്ല, ഞാൻ ഭൂമിയിലും ആരെയും കണ്ടില്ല. നമ്മൾ വെറുതെ പാടുന്നതല്ല, കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാർ സ്വർഗത്തിലും. ഒന്ന് പാടണോ അതിപ്പോ ഇവിടെ? സ്വർഗത്തിലും ഭൂമിയിലും, ഇരുന്നേ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാർ. ഞാൻ സ്വർഗത്തിലും ആരെയും കണ്ടില്ല. ഈ പുസ്തകം ഒന്ന് തുറക്കാനും അതിനകത്തോട്ടൊന്ന് നോക്കാനും അതിന്റെ മുദ്ര പൊട്ടിക്കാനും അത് വായിക്കാനും ഞാൻ ആരെയും കണ്ടില്ല. യോഹന്നാൻ കരയാൻ തുടങ്ങി. ആരുമില്ലേ ജയം പ്രാപിച്ചവർ? ഉടനെ ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുകയാണ്, കരയണ്ട. അതിന്റെ 7 മുദ്രയും തുറക്കാനും പുസ്തകം തുറക്കാനും സകലതും ചെയ്യാനും ജയം പ്രാപിച്ച ഒരുവനുണ്ട്. ഒരിക്കൽ അവൻ ദാസനായി ഭൂമിയിൽ വന്നു.
മനുഷ്യപുത്രനായി പ്രവർത്തിച്ചു. എന്നാൽ ഇന്ന് അവൻ സിംഹാസനത്തിൽ യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമാണ്. ദാവീദിന്റെ വേരുമാണ്. ഓ മരണത്തിൻ പാശങ്ങൾ അഴിച്ചു